So next we will study. In the last class we studied solids expands while it is heating. Isn't it? I showed that experiment also. And second one is also liquids also will expand when we heat. I'll share a video to show how it happens. Here it is given, fill a flask up to the brim with the water. Take these are the materials we need to do the experiment. See it properly. Two should touch the water. See, till how much is that? See that. Okay. See, first take some water, color water. If it is color water, we can identify fastly, very clearly. That's what. Then color water expansion. സാധാരണ വെള്ളത്തെക്കാളാണെങ്കിലും അപ്പൊ അത് ടെസ്റ്റ് ട്യൂബിൽ വെച്ചിങ്ങനെ ചൂടാക്കുമ്പോൾ അയാൾ സാധനം വെച്ചിങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടി അപ്പൊ അതിനേക്കാൾ മേളിലേക്ക് വെള്ളം വന്നു പിന്നീട് അത് നമ്മൾ കണ്ടു അല്ലെ സോ ഇറ്റ് മീൻസ് it expands the water while it is not only water any liquids while it heat എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് because the molecules will move around അതിന്റെ ഉള്ളിലുള്ള molecules എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യും അപ്പോൾ എന്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഇനി സെയിം വേ ഇവിടെ തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ് അത് തന്നെയാണ് ഹീറ്റ് ദ ലിക്വിഡ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ തന്നെ കാണിച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് മൂടി കെട്ടി വെക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് fill a flask up to brim with water, take a rubber cork with the hole in it and insert a narrow tube into the hole. That's the tube. Then fix the cork firmly in the mouth of the flask. The liquid will rise a little in the tube. Note the level of the liquid. Heat the liquid. You will notice that the level of the liquid in the tube goes down and a little and then starts rising, goes down instantly. The flask gets heated. Shreya is joining. Okay. So ചൂടാക്കുമ്പോൾ അതിന്റെ ലെവൽ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. When the heat reaches the liquid, it expands and its level in the tube goes up. Cool the liquid to normal temperature, the level will go down again. So after making it heat, if will after some time will cool it will come to the older stage. അതായത് പഴയ പോലെയാകും ചൂടാക്കി സാധനം എക്സ്പാൻഡ് ചെയ്യും അതിനുശേഷം നമ്മൾ അത് തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അത് വീണ്ടും പഴയപോലെ ആയിക്കോളും. If the experiment is conducted using different liquids such as kerosene and oil, it is found that the amount of expansion is different in different liquids for the same increase in the temperature. And this നമ്മൾ എടുത്തേക്കുന്ന സാധാരണ വെള്ളമായിരുന്നു അതിനകത്ത് ഇച്ചിരി കളർ ചേർക്കുന്നേ ഉള്ളൂ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇഫ് യു ആഡ് സം കെറോസിൻ നമ്മൾ കെറോസിൻ ആണ് ചൂടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയുന്നത് പാല് ചൂടാക്കുന്നതെങ്കിൽ any other oil if we are heating
എല്ലാത്തിന്റെയും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് എത്രത്തോളം ഉയരത്തിലേക്ക് ആകും എന്നുള്ളതിന്റെ ഡിഫറൻസ്. നമുക്ക് പാലൊക്കെ എത്ര പെട്ടെന്ന് തിളച്ചു പോകും നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? എത്ര ഹൈറ്റിലേക്ക് വരും, പാത്രത്തിന്റെ വെളിയിൽ വന്ന് ഓവർഫ്ലോ ആകാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങളുടെ വീട്ടിൽ ചായ വെക്കുന്ന സമയത്ത് പാല് തിളച്ചു പൊങ്ങി വന്നിട്ട് ചായ തിളച്ചു പോകുന്നു, പുറത്ത് ചാടി പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ വെള്ളം അത്രത്തോളം ഇതില്ല അല്ലെ? കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടിലിപ്പോ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് കിടന്നുകൊണ്ടിങ്ങനെ വിളവിളവിള വെക്കുന്നല്ലാതെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് താഴെ. പക്ഷെ പാല് കുറച്ചേ ഉള്ളെങ്കിൽ പൊങ്ങി വരും അല്ലെ? ചെറിയ പാത്രത്തിൽ, വലിയ പാത്രത്തിൽ കുറച്ചേ ഉള്ളെങ്കിൽ പോലും പൊങ്ങി വരും. സോ അതിന്റെ ഡിഫറെന്റ് ലിക്വിഡ്സിന് അതിന്റെ എക്സ്പാൻഷൻ ഇസ് ഡിഫറെന്റ്. സെയിം ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കിയാലും പാലിന്റെയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെയോ അല്ലെങ്കിൽ ഇനി നമുക്കറിയാം കഞ്ഞിയിലൊക്കെ ചോറൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ അമ്മമാര് വെള്ളം ഒഴിച്ചിട്ട് ചോറ് വെക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് പൊങ്ങി വരികയല്ലേ? അപ്പൊ അത് തിളച്ച് വന്നു കഴിയുമ്പോൾ അടുപ്പൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ തിളച്ച് പുറത്തോട്ട് വരാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്, എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഇൻ ഗ്യാസസ്. One second. Yeah, expansion of gas. This lockdown, the world might have stopped in its tracks. My children, now the fast. When a solid is heated, it expands. When it contracts. When liquid is heated, it expands. When cooled, it contracts. As can be a mercury thermometer. Is there a way in what would happen to air when we heat, and then what would happen when we cool it? Let us take a look. Lamp, cold water, test tube with rubber cork, straw, and colored water. First, we will trap a drop of colored water in a straw. Insert the straw through a rubber cork, like this. Now put the cork in the test tube and make sure no air escapes. Now heat the tube and observe the colored drop. The drop rises. മുകളിലേക്ക് വരുന്ന കാണുന്നുണ്ടോ? Cool the tube in the beaker filled with cold water and observe the drop. പിന്നെ തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് താഴെ വരുന്നു. You will see that the drop of water moves up when the tube is heated and it comes down when it is cooled. The water drop rises because air inside the tube expands on heating. Good grammar and spelling are important, but if you want
to write essays that inspire. Messages. Hi, welcome to Science for School. In this episode, we're going to investigate expansion and contraction of a gas when heated and cooled. For this experiment, in the Bunsen burner, a ground bottom flask that's inverted, turned upside down, with separate and the juice going into a mixture of coloured water. And most importantly, guys, you need goggles on, so they can ride. Now, to start out, I'm going to turn the green flame on. I'm going to heat up the gas in this jar. As the gas heats up, notice the bubbles come up in. The bubbles show that the gas is expanding, and as it expands, it needs somewhere to go. So it's going through the tube and into the tube. I'm going to heat the jar up, round bottom flask up, nice and hot, so that most of the gas can escape. Gonna make sure to heat it from all sides. Make sure we get all the gas escape for as much as we can. Now there's still bubbles coming out, so I'm going to heat my heat. ആ ട്യൂബ് ആ ബൾബ് പോലുള്ള സാധനം ചൂടാക്കുന്നതാണ്, അതിനകത്താണ് എയർ ഉള്ളത് കേട്ടോ. And bubbles are starting to slow down. So I'm going to take gas away and we'll take it away and we'll see what happens. Okay, so മിസ് യെസ്, ground bottom മിസ് ഇവിടെ ക്ലിയർ ഇല്ല മിസ്. ഇവിടെ ഫുള്ള് മഴയുമാണ്, ഇവിടെ കറണ്ടും ഇല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ആയിക്കോട്ടെ. എന്തായാലും ഫുള്ള് ഓക്കെ ഓക്കെ. Attend the YouTube class afterwards. ഓക്കെ മിസ്. going much quicker now. Just going to speed up as they quicker. നോ, ചൂടായി കഴിഞ്ഞപ്പോൾ വരുന്നുണ്ടോ? Ground bottom flask very quickly as they contract. ഇനി വീണ്ടും ഇത് കൂൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ച് പഴയതുപോലെ അങ്ങ് പോകും. ഓക്കെ, Okay, so the water resistance does stop returning to the jar for heating the ground bottom flask. So see that when I heat the air, heat the flask, half of the air escapes into the surface. When again something takes place that air, so the water comes up and put in space. Thanks for watching, guys. I hope you enjoyed. I hope you learned something. okay. So now what happens when the gas heats? Same thing. ഇവിടെ നമ്മൾ ലിക്വിഡും സോളിഡും ഗ്യാസിനും എല്ലാം same method ആണ്. Means while it heats, it expands, and again when we cool it, it will come to, it will contract. Contract means what? Contract എന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങും. പഴയതുപോലെ ചുരുങ്ങി പഴയ പൊസിഷൻ എന്തായിരുന്നു ആ രീതിയിലേക്കാകും. On heating a gas, the vibration of the molecules increases. Since the molecules are not bound to each other at all, the average distance between the molecules increases considerably. Hence, the expansion will be more in case of gases than in liquids or solids. Thus, gases expands more than liquids and solids on heating. See, we studied that in solids, the molecules are arranged very closely. Then while we heat it, it will expand, but not much more. But in case of water, molecule is water means liquids. All liquids includes that. Okay. So while heating the liquids, molecules are arranged loosely in that. So what happens? It will vibrate more than the
solid things. So it will expand a little more compared to solids. And finally, we come to the gas. Gas, while heating, we know that the molecules in gas is very, very, very loosely arranged. So while we heat, it vibrates more and it expands more than the liquids and solids. Did you understand what I said? അതായത് നമ്മള് സോളിഡില് മോളിക്യൂൾസ് വളരെ ടൈറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് സോളിഡ് ഫോമിലുള്ളത്. അതുകൊണ്ട് അത് ചൂടാക്കുമ്പോൾ ഇറ്റ് എക്സ്പാൻഡ്സ് ബട്ട് നോട്ട് മച്ച്. അത് എക്സ്പാൻഡ് ആകും പക്ഷെ കൂടുതലില്ല. ബട്ട് ലിക്വിഡില് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ലൂസ്ലി, അതുകൊണ്ട് അത് ചൂടാക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്ത് ഈ സോളിഡിനേക്കാൾ കൂടുതൽ അത് എക്സ്പാൻഡ് ആകും. ബട്ട് തേർഡ് വണ്ണിലേക്ക് വരുമ്പോൾ, ഗ്യാസിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനകത്തെ മോളിക്യൂൾസ് വളരെ 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 ലൂസ് ആയിട്ടാണ് അല്ലെ. അതിങ്ങനെ പാറിപ്പറന്ന പോലെ ഗ്യാസ് എങ്ങോട്ടും ഇങ്ങനെ വ്യാപിക്കും അല്ലെ. അപ്പൊ അതില് എന്താ മോളിക്യൂൾസ് വളരെ ലൂസ്ലി അറേഞ്ച് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സോറി ഹീറ്റ് ചെയ്യുമ്പോൾ വളരെ എക്സ്പാൻഡ് ആകും. ഇറ്റ് വിൽ എക്സ്പാൻഡ് വെരി ഹൈ, too much compared to solids and liquids. സോളിഡിനെക്കാളും ലിക്വിഡിനെക്കാളും കൂടുതൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. So which one will among these three, which one will expand more while heating, solid or liquid or gas? ഏതാണ് കൂടുതൽ എക്സ്പാൻഡ് ആകുന്നത്? ഗ്യാസ്. Why? What is the reason for that? Unmute and say Sean. ഷാജൻ എന്നാ പേര് കയറിയിരിക്കുന്നത് അല്ലേ, സോറി. ഓക്കെ, ഷോൺ പറഞ്ഞ മോനെ, എന്തുകൊണ്ടാണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. എന്തോ ഗ്യാസ് എല്ലായിടത്തേക്കും വയ്ക്കും. അതിന് കാരണം എന്താന്ന് പറഞ്ഞേ? ബിക്കോസ് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് വെരി ലൂസ്ലി ഇൻ ഗ്യാസ്. ഗ്യാസിലെ മോളിക്യൂൾസ് തന്മാത്രകൾ വളരെ ലൂസ് ആയിട്ടാണ്, സോളിഡിനെക്കാളും അല്ലെങ്കിൽ ലിക്വിഡിനെക്കാളും ഒക്കെ വളരെ 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 ലൂസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അറിയാം, നമ്മളൊരു പുക, നമ്മള് സ്മോക്കീസ് ഗ്യാസ് സിൻഡിറ്റ്, നമ്മള് എന്തെങ്കിലും തീയൊക്കെ കത്തിച്ചെങ്കിലും വീട്ടിലൊക്കെ വേസ്റ്റ് ഒക്കെ കത്തിക്കാറുണ്ട് അല്ലെ. സോ സ്മോക്ക് കംസ് ആൻഡ് ആസ് യു ലുക്ക് ലൈക്ക് ദിസ് വേസ്റ്റ്, പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഇത് എവിടെ പോയി? അമ്മാവിന്റെ വീട്ടിൽ പോയോ? അതെ അമ്മായിയുടെ വീട്ടിൽ പോയോ? എവിടെ പോയി ഗ്യാസ് പുക? Because somewhere it will spread everywhere, isn't it? We cannot see that. നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് എവിടെയോ പോയി അല്ലെ. സോ അതിന്റെ മോളിക്യൂൾസ് ഇങ്ങനെ വളരെ 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 ലൂസ് ആയിട്ടാണ് അതിലുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിന്റെ റീസൺ മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, എക്സ്പാൻഷൻ അറൌണ്ട് അസ്, നമുക്ക് ചുറ്റുമുള്ള എക്സ്പാൻഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. The expansion of solids can be put to use. The first one is automatic fire alarm. നമ്മുടെയൊക്കെ വീടുകളിൽ കോളിംഗ് ബെൽ ഒക്കെ അടിക്കാറില്ലേ? പിന്നെ ഓട്ടോമാറ്റിക്, ഇത് എന്താണെന്ന് നോക്കാം. The automatic fire alarm system uses the fact that different solids expand by different amounts on heating. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പഠിച്ചു, എല്ലാത്തരം ലിക്വിഡും ഒരുപോലെയല്ല ചൂടാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. വെള്ളത്തെക്കാൾ കൂടുതൽ നമുക്കറിയാം മിൽക്ക് പെട്ടെന്ന് ഒരുപാട്, അതിനേക്കാൾ ഒരുപാട് കൂടുതൽ എക്സ്പാൻഡ് ആവുന്നുണ്ട് ചൂടാക്കുമ്പോൾ അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചാണ്. ലൈക്ക് ദാറ്റ് വേ സോളിഡ്സ് ഓൾസോ വൈൽ ഹീറ്റിംഗ് ഓൾ സോളിഡ്സ് ആർ നോട്ട് എക്സ്പാൻഡിങ് ഇൻ ദ കറക്റ്റ് വേ. ദർ വിൽ ബി ഡിഫറൻസ്, ഡിഫറെന്റ് വേയിലാണ് അവര് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം ലിക്വിഡ് ആണെങ്കിലും സോളിഡ് ആണെങ്കിലും. The alarm contains two metal strips, one of iron and the other of brass, firmly bolted together. ഞാൻ നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. skip ചെയ്ത് വിടാം. Right, start here at the DC supply. Okay. Follow that wire and see what happens to it. Well, it goes all the way up here and it goes
here and it meets a clothespin. Yes, and I have the jaws of the clothespin held apart by a little piece of candle. And when it's melted and gets out of the way, two wires inside there will touch and trace what happens on the other side. Well, then it goes all the way up here and it meets the bell. Right. And the bell rings. What's അലാറം going to happen to അടിക്കുന്ന the എങ്ങനെ? current അലാറം bell? മീൻസ് കോളിംഗ് ബെൽ ഇല്ലേ നമ്മുടെ വീട്ടിലെ Under the AC ആ ഒരു supply. ബോക്സ്. Yes. Are you ready to light the candle? Yes. Okay, and then you'll get an idea why I call this a fire alarm, including a fire surprise. You'll see why in a minute. സോ അത് അവിടെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല, കാരണം വി ഹാവ് ഇലക്ട്രിസിറ്റി, നമുക്ക് കറണ്ടിന്റെ ആണ് അല്ലെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. Candle melting? Ah, put out the candle. Put out the fire. Well, there it goes. You might call it a fire alarm. Yes. That was a surprise. You blow out the fire. സോ ഇത് ചൂടാക്കിയപ്പോൾ എന്താ സംഭവിച്ചേ? ആ ഹീറ്റ് ഇതിലൂടെ പോയിട്ട് നമ്മുടെ ഈ കോളിംഗ് ബെല്ലിന്റെ അതിങ്ങനെ മൂവ് ചെയ്യുന്നു, It can all എക്സ്പാൻഡ് go ചെയ്യുന്നു. apart with something, and then it comes together as a switch, especially for a homemade fire alarm. This is great. Thank you. There it goes. വൺസ് അഗൈൻ I'll show. നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ചൂടാക്കുമ്പോൾ ഈ സാധനത്തിന് ചൂട് പിടിച്ചിട്ട് വേഗം അതിൽ You might call it a goes. ഇവിടെ ചൂടാക്കുമ്പോൾ ആ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ആ സാധനത്തിലൂടെ വന്നിട്ട് ഇത് ബെല്ലടിക്കുന്നത്. അത് എക്സ്പാൻഡ് ആകും, മറ്റേ സാധനത്തിൽ ടച്ച് ചെയ്യും. Blow out the fire. ഓക്കെ, Clothespins can be. ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്. മനസ്സിലായോ? നമ്മൾ ആ സാധനം ചൂടാക്കിയപ്പോൾ അത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ കണക്ഷനിലൂടെ മറ്റേ ഈ ഇപ്പുറത്തെത്തുന്ന ഒരു ചൂട് ആ സാധനം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ കോളിംഗ് ബെല്ലില് ടച്ച് ആയിട്ട് സൗണ്ട് വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. The alarm contains two metal strips, one of the iron and the other of brass, firmly bolted together. Brass expands more than iron on heating. Therefore, then this biometric strips gets heated because of the fire. It bends on the side of the iron. As it bends, the circuit of the electric bell is completed. The bell starts ringing to give the alarm. നമ്മുടെ വീട്ടിലാണെങ്കിലും കോളിംഗ് ബെല്ല് ഇങ്ങനത്തെ ഇപ്പം നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മുടെ വീടുകളിൽ അല്ലെ. വേറെ നല്ല നല്ല സൗണ്ട് ഒക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല ഡയലോഗ് ഒക്കെ പറയുന്ന ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഈശോ മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെന്താ പ്ലീസ് ഓപ്പൺ ദ ഡോർ, എന്താ ഗോഡ് ഈസ് അവർ ഫാദർ. ഇനി ഹിന്ദുസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഇതൊക്കെ ഇട്ടിട്ടുള്ള വാക്ക്, അങ്ങനത്തെ സെന്റൻസുകളൊക്കെ ഇട്ടിട്ടുള്ളത് നമുക്ക് ഇപ്പം വരാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ടിങ് 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 എന്നൊക്കെ ബെല്ലടിക്കുന്നതൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ കറോ എന്നുള്ള അലാറം ഇപ്പത്തെ അങ്ങനെ കേൾക്കാറില്ല. പക്ഷെ നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ഇവിടുത്തെ സ്കൂളില് പാഠശാല സ്കൂളിലൊക്കെ ഇങ്ങനത്തെ ബെല്ല വെച്ചേക്കുന്നത് നമ്മുടെ ഇതിന് ഓരോ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബെല്ലടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ബെല്ലാണ് അത്. പിന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ആകും? നമ്മളിവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു, പക്ഷെ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ്പാൻഡ് ചെയ്തിട്ട് ടച്ച് ആവുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. As it bends, the circuit of the electric bell is completed. The bell stands ringing to give the alarm. As the fire is put out, the strip gets cooled and straightens again. നമ്മൾ തീ മാറ്റി കഴിയുമ്പോൾ, ചൂട് മാറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് പഴയ പോലെയാകും, കാരണം അത് ബെൻഡായെന്നുള്ളത് സ്ട്രൈറ്റ് ആകും. അപ്പം പിന്നെ അതിൽ ടച്ച് ആകുന്നില്ല, വീണ്ടും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാതെ. This causes the circuit to break, the switching off the alarm. ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, അറ്റ് നോർമൽ ടെമ്പറേച്ചറിൽ ഈ ബ്രാസ് നേരെയാണ് നിൽക്കുന്നത് അല്ലെ. ഇവിടുന്ന് ചൂട് ബാറ്ററിയുടെ, ഇപ്പൊ ഇവിടെ ബാറ്ററിയാണ്, നമുക്ക് അവിടെ ചൂട് മറ്റേതിൽ സാധാരണ തിരി കത്തിച്ചിട്ട് നമ്മൾ കണ്ടത്. ഈ പിക്ചറിൽ നോക്കിയ പേജ് നമ്പർ 49 പിക്ചർ. സോ ബാറ്ററിക്ക് ആവുമ്പോൾ ബാറ്ററിക്ക് ഇലക്ട്രിക്കൽ പവർ അവിടെ കിട്ടുന്നുണ്ട്. ആ പവർ വരുമ്പോഴത്തെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം ഇത് ചൂടാകുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? മറ്റേ ഈ സാധനം ബ്രാസ് വളഞ്ഞു പോകുന്നു. വളയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഇതിൽ ടച്ച് ആകുന്നു. ടച്ച് ആകുമ്പോൾ ഈ സൗണ്ട് വരുന്നത്. ഓക്കെ, ആൻമരിയ സ്റ്റക്കാണോ? കാണുന്നുണ്ടോ? പിക്ചർ കണ്ട് മനസ്സിലായത്? Yes, miss. Yes, okay.
The metal caps on glass bottles can be loosened by pouring hot water over the metal cap. The metal cap expands on heating and loosens. However, at many places, expansion causes problems. In summer, electric cables between two poles expand and sag. In winter, they contract and become taut. If cables are laid in summer, they must be left a little loose to allow for contraction during winter. If this is not done, they may break on contraction in winter. നമുക്കറിയാം നമ്മുടെ വീടുകളിലെ ഇലക്ട്രിക് കേബിൾസ് ഇലക്ട്രിക് വയറുകള് ബിറ്റ്വീൻ ടു പോൾസ് എക്സ്പാൻഡ് ഓൺ സാഗ് നമ്മുടെ പോസ്റ്റുകളിൽ നമുക്ക് കറണ്ട് ഒക്കെ വലിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് സമ്മർ സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ചൂടായിട്ട് കുറച്ചുകൂടെ ലൂസ് ആകുന്ന പോലെ ആകും, എക്സ്പാൻഡ് ആകും. ഇൻ വിന്റർ ദേ കോൺട്രാക്ട് ആൻഡ് ബിക്കം ടോട്ട്. വിന്റർ സീസൺ ആകുമ്പോൾ തണുപ്പ് കാലം ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ആ വയറുകൾ ടൈറ്റ് പോലെ ആകുന്നു. ഇനി അനദർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിലെ ഡോറുകള്, വീടിന്റെ ഫ്രണ്ട് ഡോറൊക്കെ നല്ല അടിപൊളി ഡോറൊക്കെ ആയിരിക്കും. എന്റെ വീട്ടിൽ, എന്റെ അമ്മച്ചിയുടെ വീട് മീൻസ് മദർ ഇൻ ലോ, അവിടെ വലിയ വീടാണ്, നല്ലൊരു അടിപൊളി ഡോറാണ്. എന്നിട്ട് വീട് പണിത് കഴിഞ്ഞ് നല്ല സൂപ്പർ ആയിരുന്നു. ഓക്കെ, മഴക്കാലമായി കഴിഞ്ഞപ്പോ അമ്മച്ചിയും ചാച്ചനും തനിച്ചാ താമസിക്കുന്നത്. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മച്ചിക്ക് അടുക്കളയുടെ ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. തട്ടി തട്ടി തട്ടി. അമ്മച്ചി വയസ്സായ അമ്മച്ചിയില്ലേ, അമ്മച്ചിയുടെ maximum strength she used to close that. She cannot, and she will call me or my husband to close that. And even morning also she can't open. We close at night, we put bolt and all, and morning she can't open. Again she will call us to help to open that. ഇതാണ് അമ്മച്ചിയുടെ. എന്തുകൊണ്ട്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ മിക്കവാറും എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മരത്തിന്റെ ഡോറൊക്കെയാണ്, അറിയാം അല്ലെ? എന്താണ് അത് സംഭവിക്കുന്നത്? വേനൽക്കാലം ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? അതെല്ലാം ചുരുങ്ങി ഇരിക്കും, നല്ല കറക്റ്റ് ആണ്. പക്ഷെ മഴക്കാലം ആകുമ്പോഴോ തണുപ്പടിച്ചിട്ട് അതങ്ങ് ചികർത്തു വരും, അല്ലെ? എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പൊ നമ്മുടെ ഈ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ ഫിറ്റാക്കുന്ന കട്ടലൊക്കെ അത് കുറച്ച് ഫിറ്റ് ആകാതെ വരും. പക്ഷെ കുറച്ച് ശക്തിയിലൊക്കെ തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകും, അല്ലെ? ഓക്കെ. In summer, electrical cables between two poles expand and sag. In winter, എന്ത് സംഭവിക്കുന്നു? വിന്റർ സീസണിൽ അത് കോൺട്രാക്ട് ആകും. കോൺട്രാക്ട് ആകുമ്പോൾ if cables are laid in summer, they must be left a little loose. വേനൽക്കാലത്താണ് അവർ ഈ വയറൊക്കെ വലിക്കുന്നത്, കുറച്ച് ലൂസ് ആക്കി ഇടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മഴക്കാലം ആകുമ്പോഴത്തേനും അത് ടൈറ്റ് ആയി പോകും. And to allow the contraction during winter. If this is not done, they may break on contraction in winter. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേനൽക്കാലത്താണ് വലിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടിടും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മള് കോട്ടൺ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഒരു അല്പം ലൂസ് ആയിട്ട് തയ്ക്കുള്ളൂ. കാരണം ആഫ്റ്റർ once or twice if you wash, after washing it may contract, കുറച്ച് ചുരുങ്ങും, ചെറുതാകും. ഒന്നോ രണ്ടോ തവണ അലക്കി കഴിയുമ്പോൾ അതിന്റെ ഇതെല്ലാം കൂടെ അടുത്ത് വന്നിട്ട് നമുക്കറിയാം ഇച്ചിരി ടൈറ്റ് ആയി പോകും, അല്ലെ? അപ്പൊ നമ്മള് തയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഇത്തിരി ലൂസ് ആണെങ്കിലും ഒന്ന് രണ്ട് തവണ കോട്ടൺ ക്ലോത്തുകൾ എസ്പെഷ്യലി ടൈറ്റ് ആയി പോകാറുണ്ട്, അല്ലെ? അതുപോലെ ഉള്ളൊരു മെത്തേഡ് തന്നെയാണിത്. ഇനി നെക്സ്റ്റ്, ഇൻ റെയിൽവേ ട്രാക്സ് ഓവർ വിച്ച് ട്രെയിൻസ് റൺ ആർ മെയ്ഡ് ഓഫ് അയൺ. ഡ്യൂറിംഗ് സമ്മർ ദ അയൺ എക്സ്പാൻഡ്സ്. ടു അലൗ ദിസ് എക്സ്പാൻഷൻ, സ്പേസ് ഹാസ് to be left between two sections of the rail tracks. If this is not done, expansion of tracks can cause them to bend. This can cause serious accidents. And see this point. നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ റെയിൽവേ ട്രാക്കിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. See this.
ഇത് കണ്ടോ സമ്മർ സീസൺ നിങ്ങൾ കാണുന്നുണ്ടോ അൻമരിയൊക്കെ? ഈ സ്ക്രീനിൽ നോക്കിയാൽ ഈ ട്രാക്ക് ഇവിടെ ബെൻഡായി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് സമ്മർ സീസണില് വിന്റർ സീസണിൽ ഓക്കെയാണ്. സമ്മർ സീസൺ ആകുമ്പോൾ ചൂടാകുമ്പോൾ ഇത് അയൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ, അയൺ കൊണ്ട്. ഈ അയൺ ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ആകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ ബെൻഡ് ആകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ഉണ്ടാകും. ഇനി അതിന് പകരം Monster Math presents Addition Below 10. Okay, class, let's begin. What is topic? Thermal expansion. Why are small gaps left in between rails? Don't know the answer? No worries. We shall find the solution. ഇതിനകത്ത് ഈ കാർട്ടൂൺ രീതിയിലാണോ? സോറി, ഞാൻ മിസ്സേ മാറിപ്പോയി. ഇല്ല, അത് തന്നെയാണ്. വൈ ആർ ഗ്യാപ്സ് ലെഫ്റ്റ് ബിറ്റ്വീൻ റെയിൽവേ ട്രാക്സ്. പക്ഷെ അത് കാർട്ടൂൺ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് കുറെ യൂട്യൂബ് ഇതുണ്ടല്ലോ. ఉష్ణోగ్రతలు 47 డిగ్రీలు దాటుతున్నాయి. రైల్వే వ్యవస్థకు మూలమైన రైల్వే ట్రాక్ పట్టాలు మండే ఎండలను వంగిపోతున్నాయి. దీంతో రైల్వే అధికారులు జాగ్రత్తలు తీసుకుంటున్నారు. పూర్తిగా అవి సంకోచించి ప్రమాదాలు గురే పరిస్థితులు చెప్పేసి కూడా వ్యక్తం చేస్తాం. రైల్వే ట్రాక్స్ అని కూడా దాదాపుగా ఎంత వెళ్తారు ఎండాకాలంలో జాగ్రత్తగా ఉంటారు. రైల్వే ట్రాక్ సంబంధించి ఎప్పటికప్పటికి railway tracks bend under summer heat. অনুযায়ী গরম হলেই লোহা প্রসারিত হয়। এই কারণে রেল লাইনের মাঝে মাঝে লোহার জোড়া অংশে কিছুটা ফাঁকা রাখা হয়, কিন্তু এখন গরম পড়েছে স্বাভাবিকের তুলনায় বেশি, তাই রেল লাইনের ফাঁকা অংশ ভরে যাচ্ছে বাড়তি লোহায়। এমন চিত্র দেখা গেছে দেশের গুরুত্বপূর্ণ রেলপথ ঢাকা চট্টগ্রাম রুটের ব্রাহ্মণবাড়িয়া অংশে। এই অবস্থায় দুর্ঘটনার আশঙ্কা করছে রেল কর্তৃপক্ষ, তাই দেশের তাপমাত্রা বুঝে তপ্ত রেলপথে পানি ঢেলে ঠান্ডা করছেন রেল শ্রমিক। তাপমাত্রা বুঝে তপ্ত রেলপথে পানি ঢেলে ঠান্ডা করছেন রেল শ্রমিকেরা। আবার কোথাও রেল লাইন বেশি গরম হয়ে গেলে লাল കാപ്പൂർ দেখিয়ে দেয়া হচ্ছে ട്രെയിൻ സോറി, ഇത് അതിന്റെ ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു വീഡിയോ കിട്ടുന്നില്ല. നോക്കട്ടെ, ഇതല്ലേ നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടത് ഇതായിരുന്നു അല്ല? ഇത് നോക്ക്, ഇത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സംഭവം എന്താന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കണ്ടോ, അതായത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന കാണുന്നുണ്ടോ അൻമിരിയ? ഓക്കെ, ഇതില് നോക്കി ഇതൊക്കെ ഇങ്ങനെ ബെൻഡ് ആയേക്കുന്ന സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും ചൂടാകുമ്പോൾ പിന്നെ ട്രെയിനും കൂടെ പോകുമ്പോൾ നമുക്കറിയാം അത് പെട്ടെന്ന് ചൂടാകും. ദെൻ ഇറ്റ് വിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബെൻഡ് ആകും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സീരിയസ്ലി ആക്സിഡന്റ് വിൽ ടേക്ക് പ്ലേസ്, ട്രെയിൻ ആക്സിഡന്റ്. സോ അത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണിത്. ഓരോ ട്രെയിനിന്റെ ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് എന്ത് ചെയ്യുന്നു, ഒരു കട്ട് പീസ് പോലെ ഇങ്ങനെ ഇടും. വലിയ കട്ട് പീസ് ഇടാൻ പാടില്ല, ബിക്കോസ് ട്രെയിൻ ആ കുടിയിലോട്ട് വീണ് മറിഞ്ഞു ആക്സിഡന്റ് ആകും അല്ലെ? ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശ്രേയ? ഇവിടെ ഒരു കട്ട് പീസ് പോലെ നിങ്ങളുടെ പിക്ചറിൽ തന്നെയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈവൻ ഇഫ് ഇറ്റ് എക്സ്പാൻഡ്സ് there is a space for it. Even if it expands, there is space for it. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ഇതിന്റെയും ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് വന്നു കഴിഞ്ഞാൽ അഥവാ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ. See this how it happened. ഇതിന് ഒരിടത്തും ഒരു ഗ്യാപ്പ് ഇല്ലാതെ ചെയ്തുകൊണ്ട് ഈ ഒരു ഫിഗർ നോക്കി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓരോന്നിന്റെ ഇടയിലും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ആക്കുമ്പോൾ ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഐ ബിലീവ് ദാറ്റ്. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നൗ സീ ദാറ്റ് പിക്ചർ. ഈ പേജ് നമ്പർ 49 പിക്ചർ സി, അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഫ് ദിസ് ഈസ് നോട്ട് ഡൺ, എക്സ്പാൻഷൻ ഓഫ് ദ ട്രാക്സ് ക്യാൻ കോസ് ദം സീരിയസ് ട്രെയിൻ ആക്സിഡന്റ്സ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ സിമിലർ വേ in steel bridges, one end is made to rest on rollers with enough space provided for expansion.
ഇവൻ സെയിം അതുപോലെ തന്നെയാണ്. നമ്മളൊരു ബ്രിഡ്ജിലും പാലത്തിൽ ഇങ്ങനത്തെ പാലത്തെ കയറി കഴിഞ്ഞാലുള്ള ഇത് അങ്ങനെ തന്നെയാണ്. വൺ എൻഡ് ഈസ് മേഡ് ടു റെസ്റ്റ് ഓൺ റോളേഴ്സ്. അതിന്റെ ഒരറ്റം എന്തായിരിക്കും? ഇവിടെ ചിത്രത്തിൽ കണ്ടോ, റോളേഴ്സിലാണ് ഉണ്ടായിരിക്കും. എന്താ വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. നമുക്കറിയാം വാഹനങ്ങൾ പോകുമ്പോൾ സമ്മർ സീസണിലൊക്കെ അത് ചൂടായിട്ട് എക്സ്പാൻഡ് ആവും. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. ഇഫ് ദർ ഇസ് നോ സഫിഷ്യന്റ് സ്പേസ് വാട്ട് വിൽ ഹാപ്പൻ? ലൈക്ക് സെയിം നമ്മൾ കണ്ട പോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ കണ്ടതുപോലെ തന്നെ സംഭവിക്കും. ഓക്കെ, so it's time up. We will wind up the class then. Okay, bye then. I'll give the question answer by evening. Okay, bye.